നമ്മള് ബോഡി ഷേമിങ്ങിനെ പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ട് അല്ലേ? ഇപ്പൊ ചെറുപ്പത്തില് എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ വീട്ടില് കുറച്ച് കളറ് കുറഞ്ഞ വ്യക്തിയായതുകൊണ്ട് എന്നെ പുറത്ത് അന്നത്തെ കാലത്തത് വളരെ സാധാരണമാണ്. നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ്. കാരണം കണ്ടോ നീ മാത്രം അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കുറെ കാലത്തന്നെ എനിക്ക് വിഷമായിരുന്നു. അത് മാറിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില്, എന്റെ ഉമ്മ ഒരു ദിവസം പറഞ്ഞു, അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. ഞങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡോക്ടറുണ്ട്. അവരെ കാണിച്ചിട്ട് പറഞ്ഞു, "അവര് നല്ല ഭംഗി നിനക്ക് തോന്നുന്നില്ലേ?" "ഉണ്ട്. പക്ഷെ അവർക്ക് ശരിക്കും ഭംഗിയില്ല. അവരുടെ കഴിവ് കൊണ്ടാണ് നമുക്ക് ആ ഭംഗി അവരിൽ തോന്നുന്നത്" എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കുറെയൊക്കെ ഒരു തിരിച്ചറിവുണ്ടായത്. നമ്മള് കുട്ടികളിൽ ഇത് ശ്രദ്ധിക്കണം. അവരെ ബോഡി ഷേമിങ് ചെയ്യുമ്പഴ് അവരുടെ ശരീരത്തിന് അവര് കൂടുതൽ വില കൽപ്പിക്കും. അപ്പൊ അത് മറ്റുള്ള ഏരിയകളിലോട്ട് പകരും. അപ്പൊ എന്ന് പറഞ്ഞാ അവരുടെ ജോലിയില്, അവരുടെ വ്യക്തിബന്ധങ്ങളില്, അവരുടെ ബാക്കിയുള്ള കഴിവുകളിലൊക്കെ ആത്മവിശ്വാസക്കുറവ് വരും. പിന്നെ അപ്പൊ അങ്ങനെ എപ്പോഴും ആത്മവിശ്വാസക്കുറവ് വരാന്ന് പറഞ്ഞാ അത് ഇംപോസ്റ്റർ സിൻഡ്രോമിന്റെ ഒരു ബേസിക് സാധനമാണ്. പിന്നെ അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ബാക്കി എല്ലാ കാര്യത്തിലും, എല്ലാ ഏരിയാസിലും പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കും. കാരണം ബാക്കി എല്ലായിടത്തും പെർഫെക്റ്റ് ആയി ആരും എന്റെ ബോഡി ശ്രദ്ധിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് അവര് ഹാർഡ് വർക്ക് ചെയ്യും. അപ്പൊ ഈ തുടർച്ചയായിട്ടുള്ള ഹാർഡ് വർക്കിംഗ്, പെർഫെക്ഷനിസം എന്നൊക്കെ പറയുന്നത് ഇംപോസ്റ്റർ സിൻഡ്രോമിന്റെ ഒരു ക്ലാസിക് ലക്ഷണങ്ങളാണ്.